ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്ററായ നാസ്തി ത്യാഗസമം സുഖം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. നോക്കാം. ഏകപദേന ഉത്തരത്, അതായത് ഇവിടെ ആൻസർ ഇൻ വൺ വേർഡ് ആണ് ചെയ്യേണ്ടത്. ഭഗവാൻ ബോധിസത്വ കഥം ശിവീനാം രാജ അഭവത്. ഭഗവാനായ ബോധിസത്വ എങ്ങനെയാണ് ശിവയുടെ രാജാവായത്? ബഹുജന്മാർജിത പുണ്യഫലൈഹി, അനേകം ജന്മങ്ങളിൽ ചെയ്ത പുണ്യഫലത്താൽ. അടുത്ത ചോദ്യം നോക്കാം. സകലം ബ്രഹ്മാണ്ടം കീദൃശം സഞ്ജാതം. അതായത് രാജാവിന് സ്വന്തം ശരീരത്തോട് മോഹമില്ല എന്നറിഞ്ഞിട്ട് സമ്പൂർണ്ണ ബ്രഹ്മാണ്ടവും എങ്ങനെയായി? അതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയായി? വ്യാകുലം, അതായത് സങ്കടായി. കെ സൗഭാഗ്യശാലിനഃ യാൻ യാചകാഃ ശരീരസ്യ അംഗാനി യാചന്തെ. ഏത് ഭാഗ്യശാലികളാണ് ആരുടെയാണോ യാചകര് ശരീരത്തിൻ്റെ അംഗങ്ങൾ യാചിക്കുക, ഭാഗങ്ങൾ യാചിക്കുക? ദാനവീരാഃ, അതായത് ദാനം ചെയ്യുന്നവർ. അടുത്ത ചോദ്യം നോക്കാം. രാജ വൈദോക്ത വിധീന നീലോത്പലം ഇവക്യം അക്ഷതം ഉത്പാഠ്യ. രാജാവ് വൈദ്യന്മാർ പറഞ്ഞതനുസരിച്ച്, വൈദ്യന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് നീലകമലം പോലെ, നീല താമര പോലെ ഉള്ള എന്താണ് എടുത്ത് കൊടുത്തത്? നേത്രം, അതായത് കണ്ണ്. രാജ കസ്യ സമീപേ വിഹരതി സ്മ. രാജാവ് എന്തിൻ്റെ അടുത്തൂടെയാണ് ചുറ്റിയിരുന്നത്? സരോവരസ്യ, അതായത് കുളത്തിൻ്റെ. രാജ്ഞഃ കാം ആകർണ്യ ദേശാന്തരേഭ്യോ അപി ജനാഃ ആയാന്തി സ്മ. രാജാവിനെ കുറിച്ച് എന്ത് കേട്ടിട്ടാണ് മറ്റ് നാട്ടിൽ നിന്നു കൂടി ജനങ്ങൾ വന്നിരുന്നത്? ദാനശീലതാം, ദാനശീലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട്. ഭൂയഃ പ്രീതഃ ശക്രഃ കിം അയച്ചത്. പിന്നെ സന്തുഷ്ടനായ ഇന്ദ്രൻ, സംപ്രീതനായ ഇന്ദ്രൻ എന്താണ് കൊടുത്തത്? വരം, വരമാണ് കൊടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരത്ത്, കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ബോധിസത്വഃ ശൈശവാത് ഏവ കീദൃശഃ ആസീത്. ബോധിസത്വ കുട്ടിക്കാലം മുതൽ തന്നെ എങ്ങനെയുള്ളവനായിരുന്നു? ബോധിസത്വഃ ശൈശവാത് ഏവ വൃദ്ധോപസേവി വിനയശീലഃ ശാസ്ത്രപാരംഗതഃ ച ആസീത്. ബോധിസത്വ കുട്ടിക്കാലം മുതൽ തന്നെ മുതിർന്നവരെ സേവിക്കുന്നവനും വിനയമുള്ളവനും ശാസ്ത്രങ്ങളിൽ നൈപുണ്യമുള്ളവനും ആയിരുന്നു. ശിവേ രാജ്യേ യാചകാഃ കിം ലബ്ധ്വാ സന്തുഷ്ടാഃ അഭവൻ. ശിവയുടെ രാജ്യത്ത് യാചകര് എന്ത് കിട്ടിയിട്ടാണ് സന്തുഷ്ടരായിരുന്നത്? ശിവേ രാജ്യേ യാചകാഃ ധനം ലബ്ധ്വാ സന്തുഷ്ടാഃ അഭവൻ. ശിവയുടെ രാജ്യത്ത് യാചകര് ധനം പ്രാപ്തമാക്കിയിട്ടാണ് സന്തുഷ്ടരായിരുന്നത്. അടുത്ത നോക്കാം. നേത്രഹീന യാചകസ്യ രൂപം ധൃത്വാ ശക്രഃ ബോധിസത്വം കിം അവദത്. അന്ധനായ യാചകന്റെ രൂപം ധരിച്ച് ഇന്ദ്രൻ ബോധിസത്വനോട് എന്താണ് പറഞ്ഞത്? ശക്രഃ അവദത്, ഇന്ദ്രൻ പറഞ്ഞു, രവിശശി താരാമണ്ഡലഭൂഷിതം ഏതത് ജഗത് കഥം പശ്യായം ചക്ഷുർഹീനഃ. സൂര്യനും ചന്ദ്രനും താരങ്ങളാൽ വിഭൂഷിതനായ, അതായത് അലങ്കാരപ്പെട്ട ഈ ലോകം ഞാൻ കണ്ണില്ലാതെ എങ്ങനെ കാണും? അടുത്ത ചോദ്യം നോക്കാം. സകലം ബ്രഹ്മാണ്ടം കിം ജ്ഞാത്വാ വ്യാകുലം ജാതം. സമ്പൂർണ്ണ ബ്രഹ്മാണ്ടവും എന്തറിഞ്ഞിട്ടാണ് സങ്കടപ്പെട്ടിരുന്നത്? രാജ്ഞഃ സ്വഗാത്രേഷു നിരാസക്തിം ജ്ഞാത്വാ സകലം ബ്രഹ്മാണ്ടം വ്യാകുലം ജാതം. രാജാവാൽ സ്വന്തം ശരീരത്തോടുള്ള മോഹമില്ലായ്മയെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് സമ്പൂർണ്ണ ബ്രഹ്മാണ്ടവും സങ്കടപ്പെട്ടിരുന്നത്.
രാജാപ്രീത്യ യാചകായ കിം സമർപ്പിത്താൻ. രാജാവ് സന്തോഷത്തോടെ യാചകന് എന്താണ് സമർപ്പിച്ചത്? രാജാപ്രീത്യ യാചകായ സ്വനേത്രദ്വയം സമർപ്പിത്വാൻ. രാജാവ് സന്തോഷത്തോടെ യാചകന് സ്വന്തം 2 കണ്ണുകളാണ് സമർപ്പിച്ചത്. ശക്രഃ കിം വരം അയച്ചത്. ഇന്ദ്രൻ എന്ത് വരമാണ് കൊടുത്തത്? ശക്രഃ വരം അയച്ചത്. ഇന്ദ്രൻ വരം നൽകിയത് എന്താണെന്ന് വെച്ചാൽ ശതയോജന പര്യന്തം ശൈലാനാം പാരം ചതുഷ്ടം സമർത്ഥ ഭവഃ. 100 മൈലുകളും അതേപോലെ പർവ്വതനിരകൾക്കും അപ്പുറം വരെയും കാണാനായി സമർത്ഥനാവട്ടെ, അതിന് പറ്റട്ടെ എന്നാണ് വരം കൊടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത കഥനേഷു സ്ഥൂലപദാനി ആധൃത്യ ഉദാഹരണാനുസാരം പ്രശ്നനിർമ്മാണം ക്രിയതാം. അതായത് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്ന വേർഡിനെ ആധാരമാക്കി ബേസ് ചെയ്ത് ഉദാഹരണം തന്നതനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, നോക്കാം. രാജ നഗരസ്യ സമന്തതഃ ദാനശാലാഃ അകാരയത്. രാജാവ് നഗരത്തിൻ്റെ 4 വശത്തും ആയി ദാനശാലകൾ ഉണ്ടാക്കിപ്പിച്ചു. ഇപ്പോൾ നഗരസ്യ എന്നതാണ് ബോൾഡ് എഴുതിയേക്കണത്. എങ്ങനെ വരും ക്വസ്റ്റ്യൻ? രാജ കസ്യ സമന്തതഃ ദാനശാലാഃ അകാരയത്. രാജാവ് എന്തിൻ്റെ 4 വശത്താണ് ദാനശാലകൾ ഉണ്ടാക്കിപ്പിച്ചത്, പണിയിപ്പിച്ചത്? അഭീഷ്ടവസ്തൂനി പ്രാപ്യ യാചകാഃ സന്തുഷ്ടാഃ ആസൻ. ആഗ്രഹിച്ച വസ്തുക്കളെല്ലാം പ്രാപ്തമാക്കിയ യാചകര് സന്തുഷ്ടരായിരുന്നു. അപ്പോൾ യാചകാഃ എന്നതാണ് ബോൾഡിൽ എഴുതിയേക്കുന്നത്. അപ്പം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? അഭീഷ്ടവസ്തൂനി പ്രാപ്യ കേ ഹി സന്തുഷ്ടാഃ ആസൻ. അഭീഷ്ട വസ്തുക്കൾ, അതായത് ആഗ്രഹിച്ച വസ്തുക്കളെല്ലാം പ്രാപ്തമാക്കിയ ആരാണ് സന്തുഷ്ടരായിരുന്നത്? അടുത്ത നോക്കാം. ദാനശാലാസു വിചരൻ രാജ അചിന്തയത്. ദാനശാലകളിൽ ചുറ്റി നടക്കുന്നതിലൂടെ രാജാവ് ചിന്തിച്ചു. ദാനശാലാസു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? കുത്ര വിചരൻ രാജ അചിന്തയത്. എവിടെ? ചുറ്റുന്നതിലൂടെയാണ് രാജാവ് ചിന്തിച്ചത്. രാജപുത്രവത് പ്രജാഃ പാലയതി സ്മ. രാജാവ് പുത്രനെ പോലെയാണ് പ്രജകളെ പരിപാലിച്ചിരുന്നത്. പ്രജാഃ എന്നാണ് ബോൾഡ് എഴുതിയിരിക്കുന്നത്. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ആരെ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? രാജപുത്രവത് കാഃ പാലയതി സ്മ. രാജാവ് പുത്രനെ പോലെ ആരെയാണ് പരിപാലിച്ചിരുന്നത്? സ രാജ താൻ അകഥയത്. ആ രാജാവ് അയാളോട് പറഞ്ഞു. ഇപ്പോൾ എങ്ങനാ ആരോട് പറഞ്ഞു എന്നല്ലേ ക്വസ്റ്റ്യൻ പറയണ്ടേ? സ രാജ കാൻ അകഥയത്. ആ രാജാവ് ആരോടാണ് പറഞ്ഞത്? രാജ യാചകേഭ്യഃ ദാനം ദദാതി സ്മ. രാജാവ് യാചകർക്ക് ദാനം കൊടുത്തിരുന്നു. യാചകേഭ്യഃ എന്നാണ് ബോൾഡ് എഴുതിയേക്കുന്നത്. അതിനകത്ത് തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ്റെ ഒരു ഹിൻറ്റ്. എന്താ പറയുക? കേഭ്യഃ. രാജ കേഭ്യഃ ദാനം ദദാതി സ്മ. രാജാവ് ആർക്കാണ് ദാനം കൊടുത്തിരുന്നത്? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതുക. നോക്കാം. ശക്രഃ തത്രൈവ അന്തർഹിതഃ അഭവത്. അസ്മിൻ വാക്യേ വിശേഷണപദം കിം? ഈ സെൻറ്റൻസിൽ വിശേഷണപദം എന്താണ്? അന്തർഹിതഃ. സത്യബലേന തസ്യ ചക്ഷുഃ പ്രതിഷ്ഠിതം അഭവത്. അസ്മിൻ വാക്യേ കർത്തൃപദം കിം? ഈ സെൻറ്റൻസിൽ കർത്തൃപദം ഏതാണ്? ചക്ഷുഃ. ജനാഃ തം ദേശം ആയാന്തി സ്മ. അസ്മിൻ വാക്യേ വിശേഷപദം കിം? ഈ സെൻറ്റൻസിൽ വിശേഷപദം
എന്താണ്? ദേശം. അർത്ഥനഃ തു ധനലാഭമാത്രേണ സന്തോഷം ഭജന്തെ. അത്ര പരിതോഷഃ അസ്മിൻ അർത്ഥേ കിം പദം പ്രയുക്തം? ഇവിടെ പരിതോഷഃ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? പരിതോഷകം എന്ന് വെച്ചാൽ ഹാപ്പിനെസ്. ഓക്കെ, ഏതാണ്? സന്തോഷം. ശതയോജന പര്യന്തം ശൈലാനാം പാരം ച ദൃഷ്ടും സമർത്ഥഃ ഭവ. അത്ര അസമർത്ഥഃ അസ്യ വിലോമപദം കിം പ്രയുക്തം? ഇവിടെ അസമർത്ഥഃ എന്ന പദത്തിന് എന്ത് വിലോമപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? സമർത്ഥഃ. ബോധിസത്വഃ ശിവീനാം രാജ അഭവത്. അത്ര ക്രിയാപദം കിം? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ക്രിയാപദം എന്താണ്? അഭവത്. അടുത്ത ചോദ്യം നോക്കാം. സമുചിതം അർത്ഥം മേലയത്. അതായത് ഉചിതമായ അർത്ഥം യോജിപ്പിക്കുക. ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന് യോജിച്ച അർത്ഥം എന്താണോ അത് കണ്ടെത്തി എഴുതണം. ഓക്കെ. ശൈലാനാം പർവ്വതാനാം, ശക്രഃ ഇന്ദ്രഃ, ആത്മനഃ സ്വസ്യ, ചക്ഷുഃ നേത്രം, ഉത്പാഠ്യ നിഷ്ക്രാസ്യ, മഹിപാലഃ ഭൂപതിഃ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനി വാക്യാനി കഥാക്രമാനുസാരം ലിഖത. അതായത് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കഥയുടെ ക്രമം അനുസരിച്ച് എഴുതുക. നോക്കാം. ആദ്യം എന്താ സംഭവിച്ചേ? അതെ, അഥ ഏകദാ ഭഗവാൻ ബോധിസത്വഃ ബഹുജന്മാർജിത പുണ്യഫലൈഃ ശിവീനാം രാജ അഭവത്. ഒരിക്കൽ ഭഗവാൻ ബോധിസത്വ ഏറെ ജന്മത്തിൽ ചെയ്ത പുണ്യഫലത്താൽ ശിവയുടെ രാജാവായി മാറി. സ ബാല്യാത് ഏവ വൃദ്ധോപസേവി വിനയശീലഃ ശാസ്ത്രപാരംഗതഃ ച ആസീത്. അദ്ദേഹം കുട്ടിക്കാലം മുതലേ മുതിർന്നവരെ സേവിക്കുന്നവനും വിനയമുള്ളവനും ശാസ്ത്രങ്ങളിൽ നൈപുണ്യമുള്ളവനുമായിരുന്നു. ജനകല്യാണ കർമ്മസു രതഃ അസൗ പുത്രവത് പ്രജാഃ പാലയതി സ്മ. ജനങ്ങളുടെ നന്മയ്ക്കായി കർമ്മരഹിതനായ അദ്ദേഹം പ്രജകളെ മകനെ പോലെയായിരുന്നു പരിപാലിച്ചിരുന്നത്. കാരുണ്യ ഔദാര്യദി സദ്ഗുണോപേതഃ സ നഗരസ്യ സമന്തതഃ ധനധാന്യ സമൃദ്ധാഃ ദാനശാലാഃ അകാരയത്. കാരുണ്യം, ഉദാരത എന്നിങ്ങനെ ഏറെ സദ്ഗുണങ്ങളുള്ള ആ രാജാവ് നഗരത്തിൻ്റെ 4 വശത്തും ആയിട്ട് ധനവും ധാന്യവും നിറച്ച് ദാനശാലകൾ ഉണ്ടാക്കിപ്പിച്ചു. തത്ര അർത്ഥിനാം സമൂഹഃ അന്നപാന വസനരചിത സുവർണാദികാനി അഭീഷ്ടാനി വസ്തുനി പ്രാപ്യ സന്തുഷ്ടഃ അഭവത്. അവിടെ യാചകരുടെ സമൂഹം, അതായത് ഏറെ യാചകർ വന്നിട്ട് അന്നം, ജലം, വസ്ത്രം, സ്വർണം, വെള്ളി എന്നിങ്ങനെ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും പ്രാപ്തമാക്കിയിട്ട്, വസ്തുക്കളും പ്രാപ്തമാക്കിയിട്ട് സന്തുഷ്ടരായി. രാജ്ഞഃ ദാനശീലതാം ആകർണ്യ ദേശാന്തരഭ്യോ അപി ജനാഃ തം ദേശം ആയാന്തി സ്മ. രാജാവിൻ്റെ ദാനശീലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് കേട്ടിട്ട് മറ്റു നാട്ടിൽ നിന്നുകൂടി ജനങ്ങൾ ആ നാട്ടിലേക്ക് വരുമായിരുന്നു. അത കഥാചിത് ദാനശാലാസു വിചരൻ സ രാജ ബഹുധനലാഭേന സന്തുഷ്ടാനാം അർത്ഥിനാം വിരളസംഖ്യാം വിലോക്യ അചിന്തയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദാനശാലയിൽ ചുറ്റി നടന്ന സരാജ, ആ രാജാവ് ബഹുധനലാഭേന കുറേ ധനങ്ങൾ പ്രാപ്തമാക്കിയ സന്തുഷ്ടാനാം അർത്ഥിനാം സന്തുഷ്ടരായ യാചകരുടെ വിരളസംഖ്യാം വിലോക്യ കുറഞ്ഞ സംഖ്യ കണ്ട് അചിന്തയ ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? മമ അർത്ഥിനഃ തു ധനലാഭമാത്രേണ സന്തോഷം ഭജന്തെ. എൻ്റെ യാചകരാണേൽ
എന്നോട് യാചിക്കാൻ വരുന്നവരാണെങ്കിൽ ധനലാഭമാത്രേണ, ധനലാഭം കൊണ്ട് തന്നെ സന്തോഷം ഭജന്തി, സന്തുഷ്ടരാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. പ്രസംഗാനുസാരം അർത്ഥം ചുനത്ത്. സന്ദർഭം അനുസരിച്ച്, അതായത് സന്ദർഭത്തെ അടിസ്ഥാനമാക്കിയിട്ട് അർത്ഥം കണ്ടെത്തൂ. രാജ്ഞഃ നേത്രദാനാർത്ഥം നിശ്ചയം ജ്ഞാത്വാ അമാത്യാഃ വിഷണ്ണാഃ ഭൂത്വാ അവദൻ. രാജാവിൻ്റെ നേത്രദാനത്തെക്കുറിച്ചുള്ള നിശ്ചയം അറിഞ്ഞ് മന്ത്രി സങ്കടപ്പെട്ടു പറഞ്ഞു. സങ്കടപ്പെട്ടു എന്നർത്ഥം വരുന്ന എന്താണ്? ഇതിനകത്ത് ഏതാ? ഖിന്നാഃ. യദി ഭവാൻ പ്രീതഃ തദാ ത്വത്തഃ ഏകസ്യ ചക്ഷുഷഃ ദാനം ഇച്ഛാമി. അങ്ങ് സന്തോഷത്തിലാണേൽ തദാ ത്വത്തഃ ഏകസ്യ ചക്ഷുഷഃ ദാനം ഇച്ഛാമി, അങ്ങനെയെങ്കിൽ അങ്ങയുടെ ഒരു കണ്ണിൻ്റെ ദാനം ആഗ്രഹിക്കുന്നു. ചക്ഷുഷഃ അതേ അർത്ഥം വരുന്ന ഏതു വാടാവുള്ള ഇവിടെ? നേത്രസ്യ. ഏകദാ രാജ സരോവരസ്യ സമീപേ വിഹരതി. ഒരു ദിവസം ഒരു വട്ടം രാജാവ് കുളത്തിൻ്റെ അടുത്തൂടെ ചുറ്റുകയായിരുന്നു. അപ്പം സരോവരസ്യ, അതായത് തടാകത്തിൻ്റെ, കുളത്തിൻ്റെ, ഏതാ വരുന്നേ? തടാകസ്യ. ന അയം ചിരം പരിക്ലേശം അനുഭവിത്തും അർഹതി. ഇനിയും കഷ്ടപ്പാട് അനുഭവിക്കാൻ അർഹനല്ല. അയം ഇത് എന്നർത്ഥം വരുന്നത് ഏതാണ്? ഏഷഃ. സകലം ബ്രഹ്മാണ്ടം വ്യാകുലം സഞ്ജാതം. സമ്പൂർണ്ണ ബ്രഹ്മാണ്ടവും സങ്കടപ്പെട്ടു. സകലം എൻറ്റയർ ഏതർത്ഥം വരുന്നേ? സമ്പൂർണം. അടുത്ത ചോദ്യം നോക്കാം. അധഃ കേചന വിഗ്രഹാഃ ദത്താഃ. താഴെ ചില വിഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതായത് സമാസ് വിഗ്രഹം തന്നിട്ടുണ്ട്. ഓക്കെ. കോഷ്ടകാത് ചിത്വാ ക്രമാനുസാരം സമസ്ത പദാനി ലിഖത്. കോഷ്ടകാത് ചിത്വാ, അതായത് ഈ ബോക്സിനകത്ത് തന്നിരിക്കുന്നതിന്ന് എടുത്ത് ക്രമാനുസാരം, ക്രമമനുസരിച്ച് സമസ്ത പദാനി ലിഖത്, അതിൻ്റെയൊക്കെ സമസ്ത പദം എടുത്ത് എഴുതണം. ഓക്കെ. നിർഗതാഃ ബാധ യസ്യാഃ സാ. എന്താ വരിക? നിർബാധ. ധാന്യേന സമൃദ്ധാഃ, ധാന്യസമൃദ്ധാഃ. വിനയഃ ശീലം യസ്യ സഃ, വിനയശീലഃ. വൃദ്ധാൻ ഉപസേവിതും ശീലം യസ്യ സഃ, വൃദ്ധോപസേവി. ശക്രസ്യ പ്രഭാവേണ, ശക്രപ്രഭാവേണ. ശാസ്ത്രേഷു പാരംഗതഃ യഃ സഃ, ശാസ്ത്രപാരംഗതഃ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം സൂക്തീനാം അധഃ സംബന്ധാഃ പാഠാൻ അന്തർഗത പങ്ക്തയഃ ലിഖ്യന്താം. താഴെ തന്നിരിക്കുന്ന ശ്ലോകത്തിന് താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകം എടുത്ത് എഴുതണം. എവിടെ നിന്ന് എഴുതണ്ടേ? പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ന ത്വാം കാമയേ രാജ്യം ന സ്വർഗം ന പുനർവഹം. ഏതാ കറക്റ്റായിട്ട് വരിക? ന അഹം സ്വർഗം മോക്ഷം വ കാമയേ. ഹുതം ച ദത്തം ച സദൈവ തിഷ്ഠതി. ഏതാ കറക്റ്റായിട്ട് വരിക? നിദാനതാം യാതി ദീയമാനം. ക്ഷയം ആയാതി സഞ്ചയാത്. ഏതാ വരിക? അതെ, അദീയമാനം നിധനൈകനിഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതാനാം വാക്യാനാം സമ്മുഖേ ദത്തേഷു ഭാവേഷു ഉചിതഭാവസ്യ സമ്മേളനം ക്രിയതാം. താഴെ കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുന്നിൽ ഭാവങ്ങളും തന്നിട്ടുണ്ട്. ഏതാണോ സെൻറ്റൻസിന് യോജിച്ച ഭാവം അത് കണ്ടെത്തി എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഓക്കെ, നോക്കിയാലോ. അസൗ പുത്രവത് പ്രജാഃ പാലയതി സ്മ. ഇതേത് ഭാവമാണ്? സ്നേഹഃ. സഹ നഗരസ്യ സമന്തതഃ ദാനശാലാഃ അകാരയത്. അതേത് ഭാവമാണ്? ഉദാരത. അടുത്ത നോക്കാം. മമ അർത്ഥനസ്തു ധനലാഭമാത്രേണ സന്തോഷം ലഭന്തി. ഏതാ കറക്റ്റ്? നിരാശ. അതൊരു നിരാശയാണ്. അതായത്
ധനം കൊണ്ട് മാത്രം എൻ്റെ യാചകർ അങ്ങ് സന്തോഷിക്കുകയാണ്, അവർക്ക് വേറെ ഒന്നും വേണ്ട. രാജ്ഞഃ നേത്രദാന നിശ്ചയം ജ്ഞാത്വാ അമാത്യാഹ വിഷണ്ണാഹ ജാതാഹ. ഏതാ വരിക? ദുഃഖം, ഇത് ദുഃഖഭാവമാണ് പ്രകടിപ്പിക്കുക. അഹം ഭവത്തെ ചക്ഷുർദ്വയമേവ പ്രയച്ഛാമി. ഇത് ഏത് ഭാവമാണ്? ദാനവീരത. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതുവരെയും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്